നല്ലൊരു ഷൈനിങ് ഉണ്ട്. ആ വണ്ടി നമ്മൾ കഴുകി നമ്മൾ അതിന് ശേഷമുള്ള ഒരു ഷൈനിങ്ങും നമ്മുടെ ഇപ്പോൾ ആ ഒരു പോളിഷ് ഇട്ടതിന് ശേഷം നോക്കുന്ന ഒരു ഷൈനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നോവേറ്റീവ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ ബൈക്കും ജസ്റ്റ് പോളിഷ് ചെയ്യാൻ പോവുകയാണ്. ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബൈക്ക് പോളിഷ് ചെയ്യാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ പോളിഷ് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു സാധനം വെച്ചാണ് നമ്മൾ പോളിഷ് ചെയ്യാൻ പോകുന്നത്. മോട്ടോമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വെറും 20 രൂപ ചിലവുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ പോളിഷ് ചെയ്യാൻ എടുത്തിരിക്കുന്ന വണ്ടി പൾസർ 150 ആണ്. 2004 മോഡൽ വണ്ടിയാണ്. ഇത് എൻ്റെ തന്നെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പോളിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വണ്ടി നല്ല രീതിക്ക് തന്നെ വാഷ് ചെയ്യണം. വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൈക്രോ ഫൈബർ ക്ലോത്തും കൂടെ എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ വണ്ടി വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം വേറൊന്നും കൊണ്ടല്ല ഗൈസ്, നല്ല രീതിക്ക് തന്നെ പൊടിയും ചെളിയൊക്കെ നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ കാണും. അപ്പോൾ ഈ പൊടിയും ചെളിയൊക്കെ നമ്മുടെ വണ്ടിയുടെ ബോഡിയിലുണ്ടെങ്കിൽ നമ്മൾ ഈ പോളിഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ബോഡി സ്ക്രാച്ച് ആകാനുള്ള നല്ല രീതിക്കുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിക്ക് തന്നെ വണ്ടി വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഡേർട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾ കഴുകി ഒരു ഷാമ്പോ എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ വീഡിയോസിൽ കുറച്ച് ടിപ്പും കൂടെ പറയുന്നുണ്ട്. ആ ഒരു ടിപ്പും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ടിരിക്കുന്നതാണ്. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് വണ്ടി സർവീസ് ചെയ്യുന്നതെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം വേറെ ഒന്നുമില്ല, വണ്ടിയുടെ മുകൾ വശത്ത് നിന്ന് തന്നെ കഴുകി തുടങ്ങേണ്ടതാണ്. മുകൾ വശം എന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടിയുടെ പെയിൻറ്റഡ് സർഫസിൽ നിന്ന് തന്നെ നിങ്ങൾ വണ്ടി കഴുകി തുടങ്ങേണ്ടതാണ്. വേറെ ഒന്നുമില്ല, നമ്മൾ വണ്ടിയുടെ താഴെ നിന്നാണ് നിങ്ങൾ കഴുകി തുടങ്ങുന്നതെങ്കിൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചെളിയൊക്കെ പറ്റിയിരിക്കാനുള്ള ചാൻസസ് കൂടുതൽ. അപ്പോൾ ആ ഒരു ചെളി നിങ്ങൾ പെയിൻറ്റഡ് സർഫസിലേക്ക് കൊണ്ടുവച്ച് തേക്കുകയാണെങ്കിൽ അവിടെയൊക്കെ പെയിൻറ്റ് സ്ക്രാച്ച് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് താഴെ നിന്നല്ല മുകളിൽ നിന്ന് തന്നെ നിങ്ങൾ കഴുകി തുടങ്ങുക. ഗൈസ്, അപ്പോൾ നമുക്ക് പോളിഷ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോട്ടോമാക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആ ഒരു പോളിഷ്. അപ്പം നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വണ്ടിയെ നല്ലപോലെ ഡ്രൈ ആക്കുക. ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം ഈ ഒരു പോളിഷിൻ്റെ കവർ നിങ്ങൾ പൊട്ടിക്കുക. പൊട്ടിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പോഞ്ച് പോലെ ഒരു ടൈപ്പിലൊരു സംഭവമാണ്. ജസ്റ്റ് ഒരു സ്പോഞ്ച് തന്നെയാണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു പോളിഷ് പോലത്തെ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ള ഒരു ലിക്വിഡ് പോലത്തെ, ലിക്വിഡ് അല്ല ജസ്റ്റ് ഒരു പോളിഷാണ്. ഇത് നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് പോകാം. വണ്ടിയുടെ അടുത്ത് ചെന്നതിന് ശേഷം നിങ്ങൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് സർക്കുലർ മോഷനിൽ മാത്രം നിങ്ങൾ പോളിഷ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരയ്ക്കാതെ സർക്കുലർ മോഷനിൽ പതുക്കെ ഒന്ന് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റബ്ബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കുള്ള ഷൈനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഷൈനിങ് പോലെ നിങ്ങൾക്ക് നല്ല ഫീൽ ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് ഒരു ബൈക്ക് അടിപൊളിയായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയ്ക്കും ക്വാണ്ടിറ്റി ആയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു സർക്കുലർ മോഷനിൽ നിങ്ങളുടെ വണ്ടിയുടെ ടാങ്കിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് റബ്ബ് ചെയ്ത് നോക്കുക. റബ്ബ് ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ടാങ്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് പോളിഷായി വരുന്നുണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ 20 രൂപയ്ക്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ പോളിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണിത്. ഇനി നമ്മൾ ഹെഡ്ലൈറ്റാണ് പോളിഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹെഡ്ലൈറ്റിൽ നമ്മൾ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ആ ഹെഡ്ലൈറ്റിൻ്റെ വൈസറൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ക്ലിയർ ആവുന്ന നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റഡ് സർഫസിലും നിങ്ങൾക്ക് പ്ലാസ്റ്റിക് സർഫസിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, ഗ്രിപ്പ് വരുന്ന പോർഷൻസിലൊന്നും നിങ്ങൾ മാക്സിമം ഈ ഒരു സാധനം യൂസ് ചെയ്യാതിരിക്കുക. ഗ്രിപ്പ് വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാർ, അതുപോലെ തന്നെ വണ്ടിയുടെ മിററിലൊന്നും നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. മിററിൽ യൂസ് ചെയ്താൽ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ മഴയത്തോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളമുള്ള കണ്ടീഷൻസിലൊക്കെ നിങ്ങൾ ബൈക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കണ്ണാടിയിൽ കൂടെ ബാക്കിൽ വരുന്ന വണ്ടിയൊന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മിററിലൊന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾ പ്ലാസ്റ്റിക് സർഫസ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് പാർട്സിലൊക്കെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണിത്. ഇപ്പോൾ നമ്മളൊരു ഫൈബർ പാർട്ടാണ് റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ടെന്ന്. രണ്ട് കളറും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ മനസ്സിലാവും. അപ്പോൾ നല്ല രീതിക്ക് തന്നെ പോളിഷ് ആവുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറയാവുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോളിഷിൻ്റെ അവസ്ഥ, നമ്മൾ ആദ്യം എടുത്ത പോളിഷിൻ്റെ അവസ്ഥയെ നമ്മൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ വണ്ടിയിലുണ്ടായിരുന്ന ആ ഒരു അഴുക്ക് അല്ലെങ്കിൽ ഡേർട്ടൊക്കെ ആയിട്ടുണ്ടെന്ന്. നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഷൈനിങ് ഉണ്ട്. ആ വണ്ടി നമ്മൾ കഴുകി അതിന് ശേഷമുള്ള ഒരു ഷൈനിങ്ങും ഇവിടെ ഇപ്പോൾ ആ ഒരു പോളിഷ് ഇട്ടതിന് ശേഷം നോക്കുന്ന ഒരു ഷൈനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ആയിട്ടുണ്ട്. നമ്മുടെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ആ ഒരു എത്രത്തോളം ആ ഷൈനിങ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാസ്റ്റിക് പീസസ് നോക്കുകയാണെങ്കിൽ ആ ബാക്കിൽ ആ മഡ്ഗാർഡൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ നല്ലൊരു ഫിനിഷിങ് അല്ലെങ്കിൽ നല്ലൊരു പോളിഷും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതൊരു ബൈക്ക് ആക്സസറി ഷോപ്പിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലേസ് അടുക്കിയിട്ടേക്കും പോലെ കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് 20 രൂപയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. ഈ ഒരു വണ്ടി മാത്രമല്ല ഗൈസ്, എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി കൂടെ നമ്മൾ ജസ്റ്റ് ഇത് വെച്ചൊന്ന് പോളിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി സുഖമായിട്ട് പോളിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിഷിങ് പ്രോഡക്റ്റ് തന്നെയാണ് ഇത്. മോട്ടോമാക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അടിപൊളി പ്രോഡക്റ്റാണ് ഗൈസ് ഇത്. നിങ്ങൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നത്. ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ അടിച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഇറ്റ്സ് മീ നെവിറ്റി ഡ്യൂഡ് ആൻഡ് ബൈ.